ഇത് മോസ്കോ ഗ്രീൻ. മോസ്കോ ഗ്രീൻ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആണ്. നല്ല പോലെ കളർ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. നല്ല പോലെ കുട്ടികളെ കിട്ടും. പെട്ടെന്ന് പെരുകി ഉണ്ടാകുന്ന വെറൈറ്റി ആണ്. നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണ്. റേറ്റ് കുറവാണ്. തുടക്കക്കാർക്ക് പറ്റിയ റേറ്റ് 150 200 ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മാർക്കറ്റ് റേറ്റ് വരുന്നത്. ഇത് വൈൽഡ് കോയി സീഫിൻ റീബാണ്. ഇതൊരു പുതിയ വെറൈറ്റി ആണ്. ഇതിന്റെ വൈൽഡ് കോയിയാണ് നമ്മളിപ്പോ കാണുന്നത്. റിബൺ ടൈപ്പ് ആണ് ഇത് കണ്ടത്. ഇതിന്റെ നോർമൽ ടൈപ്പും ഉണ്ട് നമ്മളത്. മാർക്കറ്റ് റേഞ്ച് വരും. ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ്. ബ്ലൂ ഇയർ. അതെ, അൽബിനോ വെറൈറ്റി ആണ്. AFR-ന്റെ കുഴപ്പമില്ലാത്ത വെറൈറ്റി ആണ്. അത്യാവശ്യം നല്ലപോലെ ഡിമാൻഡുള്ള വെറൈറ്റി ആണ്. എല്ലാത്തിനും ഇയർ കിട്ടില്ലേ? എല്ലാത്തിനും ഇയർ കിട്ടും. ഇതൊക്കെ എന്തായിരിക്കും മാർക്കറ്റിലൊക്കെ റേഞ്ച് വരിക? 200 ഫ്രണ്ട്സ്, നമ്മൾ അത്യാവശ്യം ഗപ്പികളൊക്കെ നോക്കി. ഇനിയാണ് ഒരു സംഭവം, ഒരു ഗപ്പി. അത് അൽബിനോ റെഡ് ഇയർ കോയി. എല്ലാവർക്കും ഇഷ്ടമുള്ള, എപ്പോഴും നല്ല എൻക്വയറി, ഏത് ഫാമിലാണെങ്കിൽ ആളുകൾ ആദ്യം ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ് റെഡ് ഇയർ കോയി ഉണ്ടോ. പക്ഷെ നമ്മളെ അഫ്സൽ നായിന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. അതൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇവിടുത്തെ അൽബിനോ കോയിയുടെ റെഡ് ഇയർ ആണ്. അപ്പോൾ എന്തായാലും നമുക്കത് ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കും ചെയ്യാം. അതിന്റെ സ്റ്റോക്ക് നമുക്ക് കാണാം. ഓക്കെ, സെറ്റ് ആക്കിണ്ടേ. അടിപൊളിയായിട്ടുള്ളത്. എത്ര ബ്രൂഡുണ്ട്? എത്ര കടക്കുണ്ടാവും ഇത്? ഇതൊരു 50 പേരിന്റെ മുകളിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന നല്ല സൈസിലെ വെറൈറ്റി ആണത്. നമ്മളിപ്പോ ഗ്ലാസ്സിക്ക് എടുത്താണ് ഇപ്പൊ കൊടുക്കാനുള്ളത്. ഗ്ലാസ്സിക്ക് എടുത്താൽ കൊടുക്കാനുള്ളതാണ്. അത്യാവശ്യം സൈസിലൊക്കെ കൊടുക്കാറുണ്ട് നമ്മളത്. ശരിക്കും ഇത് മാർക്കറ്റിൽ എന്ത് റേഞ്ച് വരും? മാർക്കറ്റിൽ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. പല ആൾക്കാരും പല റേറ്റ് ആണ്. നമുക്ക് കറക്റ്റ് ഒരു റേറ്റ് നമ്മൾ പറയുന്നില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇഷ്ടം പോലെ ഇവിടെ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഈ ബേസിൽ കാണുന്നത്. അതെ, കുഞ്ഞുങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. അത് കുറെ ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ ബേസിനകത്ത് വെച്ചിട്ടുള്ളത് ഒരു 15 ദിവസമൊക്കെ ബേസിനകത്ത് നിർത്തുള്ളൂ. പിന്നെ ഫ്രിഡ്ജ് വാസനേക്ക് മാറ്റും സൈസ് കൂടുന്നതനുസരിച്ച്. ഫസ്റ്റത്തെ ഒരു 15 ദിവസം, ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇവിടെ നിർത്തിയിട്ട് അർട്ടിമയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തും. പിന്നെ പുറത്തേക്ക് ഇറക്കി വിടും. അവിടുന്ന് സൈസ് ആവുള്ളൂ. അർട്ടിമിനെ എല്ലാത്തിനും കൊടുക്കണം. എല്ലാത്തിനും എല്ലാത്തിനും ഒരു നേരം അർട്ടിമി കൊടുക്കും. പിന്നെ ഡ്രൈ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡുകൾ പലവിധ ഫുഡുകളും ഞാൻ കൊടുക്കുന്നുണ്ട്. മിക്സ് ആക്കിയിട്ട് കൊടുക്കല്. ഇതിപ്പോ ഈ ഇത് കാണിക്കുന്ന ഫീമെയിലൊക്കെ എത്ര മാസം ഉണ്ടാവും? ഇതൊരു സെക്കൻഡ് ബ്രീഡിംഗ് ഒക്കെ ആയിട്ടുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ബ്രീഡിംഗ് കഴിഞ്ഞ് സെക്കൻഡ് ബ്രീഡിംഗ് ഒക്കെ ഇറങ്ങൽ തുടങ്ങിയിട്ടുള്ളൂ. ഇതിന്റെ പല സ്റ്റേജിലുള്ള ബ്രൂഡ് സ്റ്റോക്ക് എന്റെ കയ്യിലുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് ഇതിന്റെ കളർ കൂടി വരും. ഔട്ട്ഡോറിൽ ചെയ്യുകയാണെങ്കിൽ, വെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കളർ കയറും. ഫസ്റ്റ് ബ്രീഡിംഗിന് ആകുമ്പോൾ ഫുൾ കവർ തന്നെ കളറായി കിട്ടും. ഇത് നമ്മളൊരു കോഴിക്കാർപ്പിന്റെ ആ ഒരു സൈസ്, അത്രയും നല്ല സൈസ് വരും.